അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് പരിചയപ്പെടാനായാലോ. ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ് ഫോട്ടോഫ്യൂനിയ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തേക്കാം. എനിക്ക് ഇതുവരെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് 100% ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കണേ. ആ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ താഴെ കിടക്കുന്ന ലിങ്കിൽ കയറി ഫോട്ടോഫ്യൂനിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തോളൂ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കാറ്റഗറീസ് ഉണ്ടോ, അതായത് ഈ കാറ്റഗറിയിൽ പല ടൈപ്പിലുള്ള കാറ്റഗറി ഉണ്ട്, ഗോൾഡൻ, അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഇത് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഒരെണ്ണടുത്ത്. ഇപ്പം ഞാൻ ചെയ്തതാണ് അത് കാണുന്നതെല്ലാം. നമുക്ക് ഒരെണ്ണം പുതിയത് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. നമുക്ക് വേണ്ട സൈസിൽ അത് ക്രോപ്പ് ചെയ്യാനെല്ലാം പറ്റും. നമുക്ക് ഇതിൽ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വരച്ച പോലെ കിട്ടുന്നതാണ്. അതിന് ശേഷം ഓക്കെ കൊടുത്താൽ മതി. ടോപ്പിൽ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇത് ലോഡാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് പിക്ചറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സംഭവം കിട്ടി. ഇത്രേ ഉള്ളൂ പരിപാടി. വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതും സെക്കൻഡുകൾക്കുള്ളിൽ ഇത്ര അടിപൊളിയായിട്ട് കിട്ടണത് ഈ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഞാൻ നോക്കി. അപ്പോൾ ഇതേപോലെ തന്നെ ഈ കാണുന്നതെല്ലാം അതേപോലെ ഓരോ എഫക്ട്സ് ആണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ ഏത് ഫോട്ടോയാണ് അങ്ങനെ ചെയ്യേണ്ടത് അതെല്ലാം ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നമുക്കിത് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇതിനകത്തൊന്ന് വരാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. നമുക്കപ്പോൾ പേരടിച്ചു കൊടുക്കാം. അപ്പോൾ അടിയിലും അടിച്ചു കൊടുക്കാം. എന്താ റിസൾട്ട് എന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്താൽ വരുന്നതാണ്. നമുക്ക് നോക്കാം എന്തായിരിക്കുന്നു റിസൾട്ട്. ഓ കൊള്ളാൻ അടിപൊളിയിലെ HD ക്ലാരിറ്റിയിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഈ ആപ്ലിക്കേഷൻ വഴി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇതിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾ പേരോ അങ്ങനെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വാലന്റൈൻസ് ഡേ അങ്ങനെ എല്ലാം ഉണ്ട്. പല ടൈപ്പിലുള്ള പല ടൈമിന് ആവശ്യമുള്ള ബർത്ത്ഡേ കാർഡിന് വേണ്ടതായാലും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഒരുപാട് എഡിറ്റർ കയറ്റി ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് പകരം എല്ലാത്തിനും കൂടി ഈ ഒരൊറ്റ ഫോട്ടോഫ്യൂനിയ എന്നുള്ള ആപ്ലിക്കേഷൻ മാത്രം മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിപൊളിയായിട്ട് അത് HD ക്ലാരിറ്റിയിൽ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ പോലെ തന്നെ ഈ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടു. അപ്പം ഈ വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിൽ